ഹലോ, ഗുഡ് ഈവനിങ് ചക്കരകളെ. എന്തുണ്ട് വിശേഷം? ഇന്ന് അമ്പലത്തിലൊക്കെ പോയാ, ശിവക്ഷേത്രത്തിലൊക്കെ എല്ലാവരും പോയെന്ന് വിചാരിക്കുന്നു. ബലിയൊക്കെ ഇട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ പോയില്ല, അമ്പലത്തിൽ പോയി. പക്ഷേ ബലിയൊന്നും ഇടാൻ പറ്റിയില്ല, എനിക്ക് സമയം കിട്ടിയില്ല. പക്ഷേ എങ്കിൽ ബലിയൊക്കെ ഇടേണ്ടതായിരുന്നു. നേരത്തെ ഒരു എന്താ പറയുക, വ്രതമൊക്കെ പിടിച്ചിട്ട് നമ്മളത് ചെയ്യേണ്ടതാണോ, അത് തെറ്റായിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഞാൻ പറയാം, വേറൊരു കാര്യം കൂടെ പറയാം. ഗരുഡപുരാണം വേണോ, നമ്മുടെ ഒത്തിരി പേര് എൻ്റെ കിടന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. ഗുരുവായൂരിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. ഇനി ഗരുഡപുരാണം വേണോ എന്നുള്ളവർക്ക് ഞാൻ ഗുരുവായൂർ പോകുമ്പോൾ മേടിച്ച് അയച്ചു തരാം. അപ്പോൾ ഞാൻ ഗുരുവായൂരേക്ക് പോകുമ്പോൾ നിങ്ങളോട് പറയാം. അപ്പോൾ നിങ്ങൾ എനിക്ക് പൈസ ഇട്ട് തന്നാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ മേടിച്ച് അയച്ചു തരാം ചക്കരകളെ. നല്ലതാണ്. ഒരെണ്ണം കണ്ടിരുന്നാൽ, ഒരെണ്ണം മേടിച്ചിരുന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ജന്മം സൂപ്പറാക്കും. ഇനിയുള്ള കാലഘട്ടം, ഇത്രയും കാലം നമ്മൾ ചെയ്തു പോകുന്നൊന്നുമല്ല, ഇനിയുള്ള കർമ്മം സൂപ്പറാക്കും. നമ്മളെ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും നമ്മൾ മാതാപിതാക്കൾ മരിച്ചു പോകുമ്പോൾ ചില കർമ്മങ്ങൾ വിധിയാപ്രകാരം ചെയ്യേണ്ടതുണ്ട്. ഒരു മുന്തിരിങ്ങ വെച്ചിട്ടുണ്ട്, പല്ലേ കയറിയിരിക്കുന്നുണ്ട് തൊലി. അപ്പോൾ ഈ വിധിയാപ്രകാരം ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുതിർന്ന ആളുകൾ ആരെങ്കിലും ഇത് പറഞ്ഞു തരികയൊക്കെ ചെയ്യണം. മുതിർന്ന ആളുകളുടെ ഒരു കുറവ് ഞാൻ അറിവുള്ളവരൊന്നും ഇല്ല. എൻ്റെ ഒന്നും ഫാമിലി ഇല്ല കേട്ടോ. ഇതേക്കുറിച്ചൊന്നും അറിവും ജ്ഞാനവും ബോധമുള്ളവരേ ഇല്ല. എനിക്ക് ആരും അത് പറഞ്ഞു തന്നില്ല. അതുകൊണ്ട് എൻ്റെ അമ്മയ്ക്കൊന്നും ഞാൻ വേണ്ട വിധിയാവണ്ണം കർമ്മം ചെയ്യാത്തൊരു സ്ത്രീയാണ്. പിന്നെ എൻ്റെ അമ്മ മരിച്ചു പോയിട്ട് അത് ചെയ്യാൻ എനിക്കറിയാം. ഒരു വർഷത്തോളം നമ്മൾ ഒരാൾ മരിച്ചു പോയാൽ ഒരു വർഷം അവർക്ക് ബലിയിടുകയും പിതൃപൂജ നടത്തുകയൊക്കെ ചെയ്യണം. അതൊക്കെ തെറ്റായിപ്പോയി. പിന്നെ നമ്മൾക്ക് ഇനി കൊള്ളാത്ത അച്ഛനാണെങ്കിലും കൊള്ളാത്ത അമ്മയാണെങ്കിലും ജന്മം തന്നവരാണ്, അവർക്ക് നമ്മൾ ചെയ്തിരിക്കണം. എങ്കിലേ നമ്മുടെ കർമ്മം ശരിയാകത്തുള്ളൂ. അങ്ങനെ ചെയ്തവർക്ക് ഇനി വരും ജന്മം നല്ലതൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെ കൃമി, കീടം, പാറ്റ, ഒച്ച്, അട്ടയൊക്കെ ആയിട്ട് നമ്മൾ മാറുമെന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ഇതിലൊന്നും വിശ്വാസമില്ലാത്തവർ കേൾക്കണ്ട, അങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് പോകുദാസന്മാരെ. എനിക്കിപ്പോൾ ഇതൊക്കെ വിശ്വാസമാണ്. നിങ്ങളെപ്പോലെ ഇതൊന്നും വിശ്വാസമില്ലാത്തൊരു കാലഘട്ടത്തിലൂടെ ഞാൻ നെകളിച്ച് അഹങ്കരിച്ച് വന്നൊരു അഹങ്കാരിയായ സ്ത്രീയായിരുന്നു. ഇപ്പം എനിക്കിതൊക്കെ വിശ്വാസം. ഇനിയെങ്കിലും ഇതൊക്കെ ചെയ്ത് കറക്റ്റ് ചെയ്ത് പോയില്ലെന്നുണ്ടെങ്കിൽ വരും ജന്മവും ഞാൻ അനുഭവിച്ചൊക്കെ നിങ്ങൾ പഴയ വീഡിയോയിൽ കണ്ടാണല്ലോ, ഇത് വീണ്ടും തുടർച്ചയായി അനുഭവിക്കേണ്ടി വരുമെന്ന് എനിക്കൊരു പേടി. അതുകൊണ്ട് പിന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കല്ലേ ചക്കരകളെ? അയ്യോ, ഇപ്പം അമ്മയൊക്കെ ഉണ്ട്. എൻ്റെ അമ്മയുടെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഒരു ബലിയിടാൻ പോകുന്നതോ അല്ലെ ഒരു പിതൃപൂജ ചെയ്യുന്നതോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ വീട്ടിലുമൊക്കെ തന്നെ ഈ ഇന്നാളെന്നാണൊക്കെ ഇതൊക്കെ തുടർച്ചകൾ ചെയ്യുന്നത് കാണുന്നത്. ഇങ്ങനെ നമ്മൾ ആചാരപ്രകാരം ഇതൊക്കെ പൂർവികർ കൈമാറി തന്നിരിക്കുന്ന എല്ലാം നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് നമുക്കിത് മനസ്സിലാകണമെങ്കിൽ തന്നെ മുജ്ജന്മ സുഹൃതം വേണം അല്ലേ? ഞാനിപ്പോൾ ഇത് പഠിപ്പിച്ചിട്ട് എൻ്റെ മക്കളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എൻ്റെ മക്കളെ ചത്ത് കഴിഞ്ഞാൽ നിങ്ങൾ നമുക്ക് ചെയ്യണേ എന്ന് പറഞ്ഞ് ബോധം കൊടുക്കണമെന്ന് ഓർത്തിരിക്കുക. ഈ ഇളയത് പേര് ഭഗവത്ഗീത മാത്രമാണ് വിശ്വസിക്കുന്നത്. അതിൻ്റെ തലയിലിട്ടെന്ന് പറഞ്ഞാൽ അത് വേറെ എന്നെ ഇങ്ങോട്ട് പറയുന്നത്. ഇപ്പോൾ ഇത്ര പ്രായമല്ലേ എൻ്റെ പൊന്നെ, നമ്മൾ പറയുന്നൊന്നും അല്ലെന്ന് കേൾക്കുന്നു. എൻ്റെ തലയിലൊക്കെ വേറെ എൻജിൻ പിടിപ്പിച്ച തലയാണ്. പുറത്തു പോയിരിക്കുക, അതുകൊണ്ട് എനിക്കിത് സംസാരിക്കാൻ പറ്റുന്ന. അങ്ങനെ എല്ലാ ജോലിയൊക്കെ ചെയ്തു ഞാൻ നല്ല ശരിക്ക് പണിയെടുപ്പിക്കുന്നുണ്ട്. ശമ്പളം കൊടുക്കും ഞാൻ. അതുകൊണ്ട് ജോലി ചെയ്ത് തരും. കടയിൽ പോകുന്ന അവളാണ് പുറത്തേക്ക്. ഇത് പിള്ളേരെ പണിയെടുപ്പിക്കണം കേട്ടോ. പഠിക്കുന്നെന്ന് പറഞ്ഞാൽ അവൾ പഠിക്കുന്നുണ്ട്. ഇഷ്ടം പോലെ വായിക്കും, നല്ലപോലെ പഠിക്കും. എന്നിട്ട് ഞാൻ ഇഷ്ടം പോലെ 8ൻ്റെ പണി, എൻ്റെ തുണി വരെ ഞാൻ കഴിപ്പിച്ച് വിരിപ്പിച്ച് എടുപ്പിച്ച് തേപ്പിച്ച് വെപ്പിക്കും. ബാലവേല ചെയ്യിക്കുന്നുണ്ട് ചക്കരകളെ. അല്ല പിന്നെ കെട്ടാനൊന്നും കഴിയല. എല്ലാം ഇങ്ങനെയാണ്. ഞാൻ പുറത്തുള്ള പെൺകുട്ടികളെ ഉപദേശിച്ച് മരിച്ച് ഈ വീട്ടിലിരിക്കുന്നതിൻ്റെ അപ്പുറത്തത് കെട്ടാനേ കഴിയുന്നു. ഞാൻ പറഞ്ഞിട്ട് എന്നെ കെട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, നീയൊക്കെ ലാസ്റ്റ് ഒറ്റപ്പെട്ടു പോകും കുഞ്ഞേ എന്ന് പറഞ്ഞു.
ഒറ്റപ്പെട്ടവരെ ഒത്തിരി പേര് നല്ല പ്രായത്തിൽ കല്യാണം കഴിയുന്ന ഞങ്ങളുടെ അടുത്തൊരു ടീച്ചറുണ്ടായിരുന്നു. നല്ല പ്രായത്തിലൊരു കല്യാണം കഴിക്കാൻ നടന്നു. അവസാന കാലഘട്ടത്തിൽ അവർ ഒറ്റപ്പെട്ട ആരുമില്ലാതെ അനാഥയായി മരിച്ചു പോകുന്നത് ഞാൻ കണ്ടു. അയ്യോ, അവർ നമുക്ക് എന്തെല്ലാം പറഞ്ഞാലും 10 ചീത്ത വിളിച്ചിട്ടാണെങ്കിലും നമുക്ക് മക്കളുണ്ടെങ്കിൽ അവർ നമ്മളെ നോക്കും അല്ലേ. ഒന്നെങ്കിൽ ഭർത്താവിൻ്റെ ആൾക്കാർ, അല്ലെങ്കിൽ ഭാര്യയുടെ ആൾക്കാർ, നമ്മുടെ ആൾക്കാരും ആരെങ്കിലുമൊക്കെ നമ്മളെ പൊട്ടുപിടിച്ച് ആരെങ്കിലും വന്ന് കയറി വെച്ച് വെള്ളം തരാനോ നോക്കാനൊക്കെ കാണും. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് തായ്വേരില്ലാതെ ആയിപ്പോവും അല്ലേ. സത്യമാണോ അല്ലേ? നമുക്ക് ആൾക്കാരൊക്കെ വേണം. എന്തെല്ലാം പറഞ്ഞു നമ്മുടെ ചുറ്റും ആൾക്കാർ സ്നേഹിക്കാനും പറയാനും മിണ്ടാനും ഒക്കെ ആൾക്കാർ വേണം. അതിന് വിവാഹം വേണം. ഇല്ലാതെ ഇപ്പം ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്നത്. അങ്ങനെ ഇതൊരു പരമ്പരയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ ഗരുഡപുരാണം ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. ഈ ഗരുഡപുരാണത്തിലുള്ള ഞാൻ കുറച്ചൊക്കെ ഇരുന്ന് ഓടിച്ച് ഞാൻ വായിച്ചു നോക്കിയത്, ഇന്ന് മനസ്സിലാക്കിയത് ഞാനൊക്കെ എൻ്റെ അമ്മ മരിച്ചിട്ട് എനിക്ക് ആരും ഒന്നും പറഞ്ഞു തന്നില്ലല്ലോ എന്നൊത്തിരിക്കുമ്പോൾ വിഷമം. ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഇനി ഞാൻ ചെയ്യും. അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ചക്കരകളെ. എനിക്ക് അറിയില്ല. ആ ആണ്ടിന് ചെയ്ത് അമ്പലത്തിൽ പോയി വരിയിട്ട് അല്ല ഒന്നും ചെയ്തിട്ടില്ല. ജീവിച്ചിരിക്കുമ്പോൾ ചെയ്താൽ പോരെ എന്നുള്ളൊരു മനോഭാവം ഇപ്പം ഇത് കണ്ടപ്പോഴാണ് മനസ്സിലായി അങ്ങനെ അല്ലായിരുന്നു എന്ന്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അതൊക്കെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ മാതാപിതാക്കളെ നല്ലത് നോക്കണം. മരിച്ചു കഴിയുമ്പോൾ അവർക്ക് ചെയ്യേണ്ട കർമ്മങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും കേൾക്കുന്നവരുണ്ടെങ്കിൽ അതിൽ 1 വർഷം മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിരന്തരം അവർക്ക് ചെയ്യേണ്ട എല്ലാ മാസവും ചെയ്തോണം കേട്ടോ. അത് മറക്കരുത്. ബലിയിടുക, ആ പിതൃകർമ്മങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം കൃത്യമായി ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ പരമ്പരയുടെയും ജീവിതം ശരിയാകത്തുള്ളൂ കേട്ടോ. എത്ര പൈസ ഇല്ലെങ്കിലും നിങ്ങൾ സാധുക്കൾ പോലും അത് ഒഴിവാക്കല്ലെന്നുണ്ട്, പ്രത്യേകമായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫലം ഇനി ഈ വിപത്തിനെ നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നതിനെ അതുപോലെ തന്നെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ 16 അടിയന്തരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ നമ്മൾ ആർക്കെങ്കിലും ദാനധർമ്മങ്ങൾ ചെയ്യണം. അരി മേടിച്ച് കൊടുക്കുകയോ, ഭക്ഷണം കൊടുക്കുകയോ, പശുവിനെ മേടിച്ച് കൊടുക്കുകയോ, വീട് മേടിച്ച് കൊടുക്കുകയോ, എന്താണ് നമ്മുടെ പ്രാപ്തി, നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ളൊരു ദാനധർമ്മം നമ്മൾ തീർച്ചയായിട്ടും സാധുക്കൾക്ക് ചെയ്യണം കേട്ടോ. പൂജ കർമ്മങ്ങളൊക്കെ നമുക്ക് ചെയ്യുന്ന ആൾക്ക് ദക്ഷിണ കൊടുക്കണം. ഇങ്ങനെയൊക്കെ ഒരുപാട് നല്ലപോലെ ഹൃദയം തണുപ്പിച്ച് അതൊക്കെ കൊടുക്കണം. പിന്നെ നമ്മൾ പാത്രം എറിഞ്ഞ് ദാനം ചെയ്യണം. നമുക്ക് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ തീർച്ചയായിട്ടും ദാനം മഹാവിപത്തുകളെപ്പോലും തടയും. ദാനം ഭയങ്കരമായിട്ട് നമ്മൾ അനുഭവിക്കാനിരിക്കുന്ന കുറേ ഇനി വരും ജന്മങ്ങളെ അനുഭവിക്കാൻ വെച്ചിരിക്കുന്ന കർമ്മദോഷങ്ങളിൽ 99% ദാനം ചെയ്താൽ പോകും ചക്കരകൾ. എന്തായാലും നമ്മൾ ഈ ഭൂമിയിൽ നിന്നൊന്നും കൊണ്ടുപോകത്തില്ല. നിങ്ങൾ മഹത്തായ ദാനങ്ങൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ദാനം ചെയ്തിട്ട് നോട്ടീസിൽ പേരടിപ്പിക്കരുത്, ആരോടും പറയരുത്. ദാനം ചെയ്തവൻ്റെ അടുത്ത് നന്ദിയും ഉപകാരസ്മരണയും ഒന്നും നമ്മൾ വാങ്ങരുത്. നമ്മൾ പിന്നെ അവരെ നോക്കുക പോലും ചെയ്യും. അവൻ്റെ നിന്ന് ഒരു നന്ദിയുടെ ചിരി പോലും നമ്മൾ പ്രതീക്ഷിക്കാതെ ആരും അറിയാതെ ദാനം ചെയ്യണം. നമ്മൾ മക്കൾ പോലും അറിയരുത്. വലത് കൈ കൊടുക്കുന്ന ഇടത് കൈ അറിയാത്ത ദാനങ്ങൾ ചെയ്യണം. അങ്ങനെ ചെയ്യണം, തീർച്ചയായിട്ടും മറക്കല്ല കേട്ടോ. ഈ മമ്മൂക്കയൊക്കെ ഇല്ല അങ്ങനെ ഭയങ്കര മുസ്ലിംസ് പൊതുവെ അങ്ങനെ ചെയ്യുന്നവരാണ്. യശസ്സോടെ ജീവിക്കും അവർ. അവരുടെ തലമുറയും അനുഗ്രഹിക്കപ്പെടും. ഗരുഡപുരാണം വായിക്കുമ്പോൾ നമുക്ക് അതൊക്കെ മനസ്സിലാവും. ദാനം മഹാവിപത്തുകളെ ആപത്തുകളെയൊക്കെ തടയും. അന്നദാനം, സ്വർണ്ണദാനം, വീട് ദാനം, പശുദാനം, അങ്ങനെ ദാനം ഒരുപാട് ഭയങ്കരമായ ദാനങ്ങളെക്കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ മറക്കരുത്. ഞാനിതൊക്കെ പറയുമ്പോൾ നീ എവിടെ ഇട്ട് പോകണം, സ്വാമിയാണോ എന്നൊക്കെ വേണം ചോദിക്കും. എന്നല്ലേ ഇതൊക്കെ നിങ്ങൾ പോലെ വീട്ടമ്മമാർ എന്നെ പോലെ അന്ധകാരത്തിൽ എവിടെയെങ്കിലും വീടുകളിൽ രാവിലെ എഴുന്നേക്കുന്നു, ജോലി ചെയ്യുന്നു, പാവകളെപ്പോലെ ശമ്പളമില്ലാത്ത ജോലി ചെയ്ത് ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി നമ്മുടെ മരവിച്ച മനസ്സുമായിട്ട് ജീവിക്കുകയാണ്. ഇതൊക്കെ മുജ്ജന്മത്തിൽ അനുഭവിച്ച് എന്തെങ്കിലും കർമ്മത്തിൻ്റെ ഫലമായിരിക്കാം ഇങ്ങനെ ഇരിക്കേണ്ടി വരുന്നതെന്നും ചിന്തിക്കണം. അപ്പം ഇതിൽ നിന്ന് ഇനിയും നമുക്കൊരു മാറ്റം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കർമ്മങ്ങളിൽ നിന്ന് ഞാനെന്ന് പറയാം എന്തെങ്കിലും നടക്കട്ടെ, ചെയ്തില്ല വരാനുള്ള വരും എന്നും പറഞ്ഞിട്ട് ഞാനും ഇരുന്നത് കൊണ്ടാണ് ഇപ്പം എനിക്ക് പശ്ചാത്താപം തോന്നുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നാതിരിക്കാനാണ് ചക്കരകളെ. എന്നെ കേൾക്കുന്നവർക്ക് കുറച്ചെങ്കിലും ഇതിനെക്കുറിച്ചൊരു അറിവ് കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഒരിക്കലും എന്നെ നോക്കാത്ത അമ്മയ്ക്ക് അവർ ജീവിച്ചിരുന്നപ്പോൾ എന്നെ നോക്കിയില്ല, അല്ല ജീവിച്ചിരുന്നപ്പോൾ എന്നെ വളർത്താത്ത, എന്നെ ശ്രദ്ധിക്കാത്തൊരച്ഛൻ. എൻ്റെ അച്ഛൻ 35 വയസ്സിൽ മരിച്ചു, 35-36 വയസ്സിൽ മരിച്ചു പോയി. അതിനു മുമ്പ് പുള്ളിക്കാരൻ ചെയ്യാൻ വെച്ചിരുന്ന പുണ്യങ്ങളെല്ലാം ചെയ്തിട്ട് പോയി. എൻ്റെ അമ്മയ്ക്കും സൃഷ്ടിച്ചു കൊടുത്ത്, വേറൊരു അമ്മയ്ക്ക് 3 മക്കളെ സൃഷ്ടിച്ചു കൊടുത്ത്. അതൊക്കെ ചെറിയ പ്രായത്തിനുള്ളിൽ 3-4 എണ്ണത്തിനെ ഉണ്ടാക്കി വെച്ച് അങ്ങേരി ഇവിടുന്ന് പൊടിയും തട്ടിപ്പോയി.
മനസ്സിലായ 2 സ്ത്രീകൾ അയാളുടെ വിത്തുകളും പാകിയിട്ടിട്ട് പൊക്കളാക്കി. അല്ല പിന്നെ അങ്ങേർക്കൊന്നും ഞാൻ ഒരു വലിയും ചെയ്തിട്ടില്ല. അങ്ങേരുടെ എനിക്ക് ദേഷ്യമായിരുന്നു. അല്ല പിന്നെ ഇതൊക്കെ വീഡിയോ കൂടെ പറഞ്ഞ സിങ്കുമ്മ എന്ന് പറയും. പക്ഷേ ഇപ്പം ഞാൻ ഇത് കരുടപ്പെടുന്നപ്പോൾ തോന്നുന്ന അക്കരകളെ എനിക്ക് അതിനുള്ള പ്രായച്ചിത്തൊക്കെ ഇനി ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ട് ഇന്ന് വരെ എൻ്റെ തന്തപ്പിടിക്ക് വെളിയിട്ടിട്ടില്ല. അപ്പം ഞാൻ നെക്സ്റ്റ് അത് വിശദീകരിച്ച് കുറേ ഞാൻ കേട്ടപ്പോൾ തല വരച്ചിരിക്കുമെന്ന് കേൾക്കാമെന്ന് ഓർത്ത്. അപ്പം ഇതൊക്കെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികളും തടസ്സങ്ങളും ഉണ്ടാകുമ്പോൾ ഇതൊക്കെ തുടർച്ചയായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ പോകുന്ന കാര്യങ്ങളാണ്. ഇപ്പം എന്നെ കേൾക്കുന്ന നിങ്ങൾക്കിത് കിട്ടുന്നത് എന്തെങ്കിലും ഒരു ഭാഗ്യം കൊണ്ടാണ്. നിങ്ങളത് മറക്കരുത്. തുടങ്ങിക്ക് വരും. നമ്മൾ ഒരാഴ്ച മുഴുവൻ നമ്മൾ ഇത് ഞാൻ നേരത്തെ എല്ലാം ക്ലിയർ ചെയ്തിരുന്ന് ഞാൻ ഇന്ന് വെളിയിട്ടേനേക്കരകളെ കേട്ടില്ല. ഇന്നിപ്പോൾ പോയി അമ്പലത്തിൽ പോയി തൊഴുതിട്ട് പോന്നു. പക്ഷേ ഇത് ഇന്ന് വൈകുന്നേരം വായിച്ച സമയമായില്ല. ഇപ്പോൾ ഇരുന്ന് വായിച്ചപ്പോഴാണ് ഇതൊക്കെ കണ്ടത്. ഇത് ഞാൻ ഇത് പറയുന്നവരോട് ആരെങ്കിലും അസ്വസ്ഥതപ്പെടരുത്. വേറെയുള്ള ആളുകൾ കേൾക്കുക, ക്രിസ്ത്യൻസിന് അവരൊക്കെ അവരുടേതായ കർമ്മങ്ങൾ കൃത്യമായി ചെയ്യുന്നവരാണ്. അവരെ ഓർമ്മ ദിവസം എന്നൊക്കെ ഓർത്തോർത്ത് എത്ര വർഷമായ ആൾക്കാരും ചെയ്യുന്നുണ്ടെന്നറിയാമോ. എൻ്റെ ബോബനൊക്കെ അവരുടെ പപ്പയുടെയൊക്കെ ഓർമ്മ ദിവസം കൃത്യമായി പള്ളിയിൽ പോകും. അവരുടെ ഫാമിലി എല്ലാം അത് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മുടെ ആൾക്കാരൊന്നും മരിച്ച് 3 ആണ്ട് നടത്തും. അത് കഴിഞ്ഞാൽ തീർന്ന് പിന്നെ അവരെ പറ്റി ഓർക്കുന്നേ ഇല്ല. പിന്നെ വല്ല കാലത്തും നാട്ടുകാരൊക്കെ വെളിയിടുന്ന കാണുമ്പോൾ പോയി ഒരു രസീറ്റ് അടിച്ച് ഒരു വെളിയിടും. അതിലൊരു ആത്മാർത്ഥതയൊന്നും ഇല്ല. ആണോ അല്ലേ? സത്യമാണോ അല്ലേ? ഇങ്ങനെ ഈ പറഞ്ഞ ഞാനും സൃഷ്ടിച്ചവന് ഒരു പന്നനായിരുന്നല്ലോ, അതുകൊണ്ട് അവന് വെളിയിടാൻ വേറെ പണിയില്ല. ഇങ്ങനത്തെ ഒരു ചിന്ത എനിക്കും ഉണ്ടായിരുന്നു ചക്കരകളെ. അമ്മയൊന്നും എനിക്ക് എന്ത് ചെയ്ത് എൻ്റെ ഭാവിയെക്കുറിച്ചൊന്നും അമ്മയെ ഓർക്കാത്തതല്ലേ. അമ്മയ്ക്ക് വേണ്ടി വേറെ പണിയില്ല, എളുപ്പം പണി തീർത്ത്. പക്ഷേ തെറ്റായിപ്പോയി എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ ഇത്ര പച്ചയ്ക്ക് പറഞ്ഞതന്നെയാവാം. എന്നെപ്പോലെ ചിന്തിക്കുന്ന അനേകം പേരുണ്ട്. അജ്ഞത, അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയ ഈ അബദ്ധം തിരുത്തിക്കൊള്ളുക കേട്ടോ. പിന്നെ ഇതൊന്നും ചെയ്യാത്തവൻ, ഈശ്വരവിശ്വാസവും ഈശ്വര ചിന്തയൊന്നും ഇല്ലാതെ നടക്കുന്ന, ആരോഗ്യം കൊണ്ടും ധനം കൊണ്ടും അഹങ്കരിക്കുന്നവന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ മലത്തിലെ കൃമികീടത്തെ പോലെ നികൃഷ്ടമാണ്. അതും ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അങ്ങനെ ആകണ്ട. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സൽഗുണസമ്പന്നരായിട്ട് ജീവിക്കണമെന്നുള്ളവർ, ഇനിയും തെറ്റ് തിരുത്തണമെന്നുള്ളവർ കൃത്യമായി മാതാപിതാക്കൾക്ക് ഇത് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തോണം. ഇനി ഒരിക്കലും നമ്മുടെ വീടുകളിൽ എന്നെ കേട്ടിട്ടുള്ളവർ ഇത് ആരെങ്കിലും ഉണ്ട് ഷെയർ ചെയ്ത് കൊടുക്കണം. ഹരിപുരാണമൊക്കെ വായിച്ചാൽ നമുക്ക് ഇതൊക്കെ കൃത്യതയോടുകൂടി ചെയ്യാൻ തോന്നും. നമ്മൾ വ്യതിചലിക്കത്തില്ല. ചെവി തുറന്ന് നമ്മൾ ചിലപ്പോൾ ഒരു സ്വാമി എന്ന് പറയാൻ എനിക്കിതൊന്നും കേൾക്കാൻ തോന്നില്ല. ഞാൻ പറഞ്ഞുകൊണ്ടായിരിക്കും ഇത് ഒരു പക്ഷേ രസത്തിന് കേട്ട് ഇരിക്കുമായിരിക്കും. എൻ്റെ ഇതുപോലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് കേൾക്കാം, ഇവർ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഓർത്തിട്ട് അല്ലേ. അത്രയേ ഉള്ളൂ. പിന്നെ എന്താണ് ചക്കരകളെ? ഇന്ന് ഞാൻ എന്ത് പയറാണ്, സാമ്പാർ പയറുണ്ടല്ലോ, ആ പയർ ഞാൻ തമിഴ്നാട്ടിലൊരു പ്രാവശ്യം ചെന്നപ്പോൾ ഈ പയർ മറ്റേ ചെറുപയർ പരിപ്പിട്ട്, അതായത് ചെറുപയർ പരിപ്പ് വേഗാതെ വേവിച്ചിരിക്കുന്നു, കടിക്കുന്ന വിധത്തിൽ ഇങ്ങനെ വേവിച്ചിരിക്കുന്നു. എന്നിട്ട് ഉഴുന്നിട്ട് വറതാളിച്ചിട്ട് മുളകും കരിവേപ്പിലയും ഇതെല്ലാം കൂടിയിട്ട് വറതാളിച്ചിട്ട് ഈ സാമ്പാർ പയറുണ്ടല്ലോ, വേറെന്തോ പേര് പറയുമല്ലേ, ആ പയർ നൈസായിട്ട് അരിഞ്ഞിട്ട് അത് നന്നായിട്ട് വഴറ്റിയിട്ട് ഇതിനകത്തേക്ക് നമ്മുടെ ഈ ചെറുപയർ പരിപ്പും കടിക്കുന്ന പരിപ്പ് അത് ഓവറായിട്ട് വേവിച്ചിട്ടില്ല, അതും കൂടെ തട്ടിയിട്ട് വെളുത്തുള്ളിയും തേങ്ങയും കാന്താരിയോ പച്ചമുളകോ എന്തെങ്കിലും കൂടെ ചതച്ച് ഉപ്പുമൊക്കെ ആയിട്ട് ചതച്ച് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു തോരൻ ഞാൻ ഉണ്ടാക്കിയെടുത്തായിരുന്നു. നല്ല രുചിയുണ്ടായിരുന്നു, പരിപ്പൊക്കെ ഇട്ട് അങ്ങനെ ചെയ്തിട്ട്. അത് പിന്നെന്താ, ചേനയും തക്കാളിയും കൂടെ തീയിൽ വെച്ചു, മോര് വെച്ചു, മുളക് വെച്ചൊരു ചമ്മന്തി അരച്ചു, കിളിമീൻ വറുത്തു, പൊടി മത്തി ഉണ്ടെന്ന് അത് വറുത്തു. പിന്നെന്ത് വലിയ വലിയ സാധനങ്ങളൊന്നും ഞാൻ ചെയ്തില്ല. പിന്നെന്തൊക്കെ ഉണ്ടായിരുന്നല്ല, ഗുരുവായൂരപ്പ മറന്നുമില്ല. കൂർക്ക മെഴുക്ക് വരട്ടി മുളക് ഉള്ളി ചതച്ചിട്ട് നല്ലപോലെ കൂർക്ക വേവിച്ചിട്ട് ഞാൻ അതിനകത്തിട്ട് ഒലത്തിയ പോലെ എടുത്ത് തേങ്ങക്കൊത്തൊക്കെ ഇട്ട് അലവടിയാക്കി ഞാനെടുത്ത്. ഇതൊക്കെയായിരുന്നു ചക്കരകളെ ഇന്നത്തെ പാചകകല.
പിന്നെ അമ്പലത്തിലൊക്കെ പോയി വന്ന് പുറത്തൊക്കെ പോയി ഒരു തളർച്ച ഉണ്ടായില്ല, തളർന്ന് ഞാൻ നേരത്തേക്കൊന്ന് വീഡിയോ എടുക്കാൻ വന്നു. അപ്പോൾ ഇങ്ങനെ കണ്ണ് മാടി പോകുന്നു. അപ്പം നിങ്ങൾക്ക് ഒരു ഊർജ്ജസ്വലതയില്ലാതെ ഇവർ എന്തിനു വന്നത് വീഡിയോ എടുക്കുന്നതെന്ന് പറയത്തില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നത്. ഇനി വൈകിട്ടൊന്നും ഫുഡിൻ്റെ പരിപാടിയില്ല, എന്തെങ്കിലും ഭക്ഷണം, ചോറ്, ഈ ഭക്ഷണമൊക്കെ കണ്ട് നമ്മൾ മടുക്കും. വെച്ചിക്കുമ്പോൾ നമ്മൾ മടുക്കും, അങ്ങനെ മടുത്തിരിക്കും. അപ്പോൾ ഇപ്പോൾ ഫ്രൂട്ട്സ് ഇട്ടിട്ട് ഞാൻ എൻഷോർ എന്ന് പറഞ്ഞൊരു പൊടിയുണ്ടല്ലോ, അത് ഞാൻ പാല് നൈസായിട്ട് ഇച്ചിരി വെള്ളത്തിൽ ഒരു 1/2 ഗ്ലാസ് പാലെടുത്ത് ഞാൻ ഇച്ചിരി 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ട് കാച്ചിയിട്ട് എൻഷോർ പൊടി ഒരു 2 സ്പൂണിട്ട് അടിച്ച് കുടിക്കും. പിന്നെ മില്ലറ്റ് കഞ്ഞി കുടിച്ച് എന്നും കുടിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇന്ന് മില്ലറ്റ് കഞ്ഞി ഇരിപ്പുണ്ട്, അത് കുടിക്കത്തില്ല വിചാരിക്കുന്നു. വിശന്നാൽ ചിലപ്പോൾ എടുത്ത് തട്ടും. അങ്ങനെ മില്ലറ്റ് കഞ്ഞി വെക്കാൻ എളുപ്പമാണ്. ഈ മില്ലറ്റില്ലേ ഒന്ന് ഒരു 2 വട്ടം വെറുതെ ഒന്ന് കഴുകുകയോ ചെയ്യണം. അതിൻ്റെ പൊടിയൊക്കെ പോട്ടെ നിർത്ത്. ഇങ്ങനെ ഞെരടി കഴുകല് കേട്ടോ, അതിൻ്റെ ഗുണം പോകുമെന്നാണ് പറയുന്നത് കേട്ടോ. ഞെരടി കഴുകല് കേട്ടോ, അത് നിങ്ങൾ കഴിച്ചു. എല്ലാവർക്കും ഈ മില്ലറ്റ് എന്ന് പറഞ്ഞത് ഷുഗർ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ വെയിറ്റ് ലോസൊക്കെ ചെയ്യുന്നവർക്കൊക്കെ പറ്റിയ പരിപാടിയാണ്. അടിപൊളി സാധനമാണ് മില്ലറ്റ് കഞ്ഞി. നമുക്ക് മടുക്കത്തില്ല. നമുക്ക് പല പല വ്യത്യസ്തതരമായ മില്ലറ്റുകളുണ്ട്. എല്ലാം ഒരേ ദിവസം ഓരോന്ന് വെച്ച് കഴിക്കുക. വലിയ വിലയൊന്നുമില്ല, 80 രൂപ 1 കിലോ. നമുക്ക് എല്ലാവരും മില്ലറ്റ് കഞ്ഞി വീട്ടിൽ കുടിക്കത്തില്ലല്ലോ. ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെ ആയിരിക്കും കുടിക്കുന്നത്. ചിലപ്പോൾ ഇച്ചിരി സാലഡും ഒക്കെ റെഡിയാക്കി വെച്ച് ഒരു കുറച്ച് മില്ലറ്റ് കഞ്ഞിയും ഒക്കെ ആയിട്ട് കഴിക്കണം ചക്കരകളെ. ഇഷ്ടംപോലെ വെള്ളമൊക്കെ കുടിക്കണം കേട്ടോ. യൂറിൻ്റെ പ്രോബ്ലമൊക്കെ ഉണ്ടാകും നമുക്ക്, മൂത്രത്തിൽ പഴുപ്പ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇഷ്ടംപോലെ വെള്ളം കുടിച്ചു. പിന്നെ ഷുഗറൊക്കെ നോർമലായി നിൽക്കാൻ എപ്പോഴും വെള്ളം കുടിച്ച് മൂത്രം പോകുന്നതൊക്കെ നല്ലതാണ്. അതുകൊണ്ട് അതൊക്കെ കഴിച്ചോട്ടെ. പിന്നെ എൻ്റെ കണ്ണ് കാണിക്കണം, നിങ്ങളെല്ലാം പറഞ്ഞു നമുക്ക് കണ്ണ് കാണിക്കണം എന്നോർത്തിരിക്കുന്നു. അങ്ങനെ ഞാൻ എൻ്റെ മുഖം ക്ഷീണിച്ചിരിക്കുമല്ലേ ഇന്ന്, ക്ഷീണിച്ചിരിക്കുമെന്ന് എനിക്ക് തോന്നി. പിന്നെ വേറെ എന്താ പറയാനാ, അയ്യോ അമ്മു കടയിലൊക്കെ പോയിട്ട് അമ്മൂനെ ന്യൂട്രൽ സോപ്പിട്ട് ചക്കരയെ പൊന്നെ മൊത്തം പിള്ളേരെ ഈ പുന്നാരെ പൊന്നെ എന്നൊക്കെ വിളിച്ച് നമ്മൾ വിളിക്കണം, മയങ്ങിപ്പോവും. അമ്മൂനെ ചക്കരയെ മൊത്തേ പൊന്നെ വാവയെന്നൊക്കെ പറഞ്ഞ് 28 വയസ്സുണ്ട് അവളെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഈ പെര മൊത്തം മറച്ച് വെച്ച് വൃത്തിയാക്കി തരും, പാത്രമെല്ലാം കഴുകി തരും, എല്ലാ ജോലിയും ചെയ്യും. ക്ലീനായിട്ട് കിടക്കും. പിന്നെ അടുക്കളയിൽ നമ്മൾ കയറി ഒരു ഉള്ളി പൊളിച്ച തൊലി താഴെ വീണ സൗകര്യം തരത്തില്ല. കൊരാന്ന് കൊരച്ചുകൊണ്ടിരിക്കും. അയ്യോ അങ്ങനെയൊക്കെയാണ് ചക്കരകളെ. എനിക്ക് ബോറടിച്ച ചക്കരകളെ. പിന്നെന്തുണ്ട് വിശേഷം? ഞാൻ അമ്മൂനെ ഇങ്ങനെ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കല്യാണം കഴിക്കണേലൂടെ നന്ദമോൾ പറഞ്ഞു, അമ്മ ചേച്ചി ഒരു കല്യാണം കഴിക്കുക, ദൈവത്തെ ഓർത്ത് ഞങ്ങൾക്ക് ഒന്ന് ഒരുങ്ങണം. ശരിയാണ്, എനിക്ക് ഒരുങ്ങണം ചക്കരകളെ. അമ്മൂനെ കല്യാണം എനിക്ക് ഒരുങ്ങണം എന്നുള്ളൊരു വിചാരത്തിലാണ് ഞാൻ പറയുന്നത്. ആദ്യം നമുക്ക് തലേ ദിവസം ഒരു ഹൽദി, അത് കഴിഞ്ഞ് രാത്രിയിലൊരു പരിപാടി, അത് കഴിഞ്ഞ് രാവിലെ ഒരു നമ്മൾ ഒരുങ്ങി അമ്പലത്തിലൊക്കെ പോയി പെണ്ണിനെ അമ്പലത്തിലേക്ക് കൊണ്ടുവന്ന് അങ്ങനത്തെ ഒക്കെ ഒരു പരിപാടി ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കറക്റ്റ് കല്യാണത്തിന് വെഡ്ഡിങ് ഡ്രസ്സ് ഇട്ട് നമ്മളും ഒരു പുതിയ വെഡ്ഡിങ് ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങാൻ വേണ്ടിയുള്ള പരിപാടി. അതിന് ഒരുക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ വിരുന്ന് വിളിക്കാൻ പോവുക, ഒരു രസമല്ലേ അതൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്ക് സമയം പോകും. നമ്മൾ എന്തിനെക്കുറിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് സമയം കളയുക. എപ്പോഴും നെഗറ്റീവ് എല്ലാവർക്കും ഉണ്ടടക്കളെ. പിന്നെ എൻ്റെ അടുത്ത് ഓരോരുത്തർ എന്തൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ വിളിക്കുന്നറിയാം. ചിലപ്പോൾ കേൾക്കാൻ എനിക്ക് ചെവി മരയ്ക്കും. നമ്മുടെ നല്ല സമയം കൂടെ ചിലത് കേട്ട് കഴിഞ്ഞാൽ എന്താ എങ്ങോട്ടോ പാളിപ്പോവും നടക്ക മനസ്സ്. ഇതെന്ത് പറഞ്ഞു കൊടുക്കണമെന്ന് ഓർത്തിട്ട് ഒരുത്തൻ കഴിയുമ്പോൾ വെള്ളം അടിച്ച് കഴിഞ്ഞു പറഞ്ഞാൽ വെള്ളം അടിച്ചില്ലെങ്കിൽ ചക്കരയെ മുത്തേ പൊന്നേന്ന് വിളിച്ച് കൊണ്ടു നടക്കുന്നു. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ശല്യം കൊണ്ട് ശല്യം എന്ന് പറഞ്ഞ് ഞാൻ ഇന്നലെ പറഞ്ഞു കൊടുത്തു. നല്ല ഒന്നാമതൊരു ചൂരൽ മേടിച്ചിട്ട് പൊട്ടിക്കാൻ പറഞ്ഞ അട്ടി. എൻ്റെ പിന്നെ തിരിച്ച് അട്ടിക്കുന്നു പറയുന്നത്. ഇതെല്ലാവരും ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കും ചക്കരകളെ. ദൈവത്തിനാണ് സത്യം. എന്നെ ഒന്ന് തല്ലിയ 4 തല്ലിയിട്ട് ഓടിക്കളയും ചക്കരകളെ. അവൻ ശരിക്കുന്നല്ലേ പറഞ്ഞു കൊടുക്കല്ലേ അവള്. ചൂരൽ മേടിച്ചൊക്കെ കൊടുക്കുക ചേച്ചി. ഞാൻ ചൂരൽ മേടിക്കും, അടി കൊടുക്കും. എന്നെ തിരിച്ചങ്ങാനായിട്ട് എല്ലാം ചെയ്യുക. നീ അങ്ങനെ പറഞ്ഞു കൊടുത്തു. പിന്നെ നമ്മളെ തല്ലാൻ വല്ലവർക്കും അവകാശമുണ്ട്. ഞാൻ ഒരിക്കലും തല്ലുമ്പോൾ നീ കയ്യും കെട്ടിയത് കൊള്ളാൻ ഞാൻ പറഞ്ഞു കൊടുക്കത്തില്ല. കറികളെ തിരിച്ചു ചെല്ലാനേ പറയത്തുള്ളൂ. നമ്മുടെ ശരീരവും അവരുടെ ശരീരവും പോകുന്ന ഒരുപോലെയല്ലേ അല്ലേ? അപ്പം അങ്ങനെയൊക്കെയാണ് ചക്കരകളെ കാര്യങ്ങൾ. പിന്നെന്തോ പറയാം, നല്ല സിനിമകളൊക്കെ വരുന്നു. മോഹൻലാലിൻ്റെ ശോഭനയെ കൊണ്ട് സിനിമയുണ്ടല്ലോ. എനിക്ക് മോഹൻലാലും ശോഭനയും കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
എനിക്ക് അത് മമ്മൂട്ടിയായിട്ട് ശോഭന അഭിനയിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന അല്ലേ. മോഹൻലാലും മമ്മൂട്ടിയൊക്കെ വയസ്സാകുന്നത് എനിക്ക് ഇഷ്ടമേ ഇല്ല. അവർക്കൊന്നും പറ്റരുത്. ഇവിടെ മനസ്സിലിങ്ങനെ പതിഞ്ഞു പോയ ചിത്രങ്ങൾ, അവരുടെ പടം വരെ കാത്തിരിക്കുന്നു. അപ്പോൾ പിന്നെ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ സിനിമയ്ക്ക് പോയി. ഞാൻ എന്തുവാണ് ഒരു ഉണ്ണിമുകുന്ദൻ്റെ സിനിമ കാണാൻ പോയി. സിനിമ കാണാൻ പോയിട്ട് പുറത്തിറങ്ങി വന്നപ്പോഴാണ് ഈ ഏതോ ഒരു യൂട്യൂബേഴ്സ് നിന്ന് വീഡിയോ എടുക്കുമായിരുന്നു. നമുക്കറിയത്തില്ലല്ലോ, ക്യാമറ അത് കഴിഞ്ഞാൽ കണ്ടത്. അവന്മാർ എന്നോട് ചോദിച്ചു, കൊള്ളാവാ ചേച്ചി, കൊള്ളാം മാഡം, കൊള്ളാവാന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊള്ളാം, അടിപൊളി എന്ന് എന്തോ പറഞ്ഞെന്ന് തോന്നുന്നു. ഞാനത് ഒത്തിരി പേര് തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു, ടി വിയിൽ ഞങ്ങൾ കണ്ടോണ്ടിരിക്കുമ്പോൾ സിംഗുമ്മനെ കണ്ടു എന്ന്. പക്ഷേങ്കിൽ അത് അവർ ഇങ്ങനെ റിവ്യൂ എടുക്കുന്നതാണ്. നമ്മൾ പുറത്തിറങ്ങി പടം കണ്ട് പുറത്തിറങ്ങുമ്പോൾ ആദ്യത്തെ ദിവസമായിരുന്നു. അപ്പോൾ അവരങ്ങനെ നമ്മൾ ഏത് സിനിമയാണ് ആദ്യം പോയാലും ഇങ്ങനെ വരും. അമ്മ ഓടിക്കളഞ്ഞെന്ന് തോന്നുന്നു. ഞാനും നന്ദനയും പെട്ടായിരുന്നു അതിനകത്ത്. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും നല്ല പ്രാർത്ഥനയോടുകൂടി ഈ പറഞ്ഞ കണക്ക് നമ്മുടെ കർമ്മങ്ങളിൽ മാറ്റം വരുത്തുക. ദാനത്തെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ എന്ത് കർമ്മം ചെയ്ത് ഇന്നത് ചെയ്ത ഇന്ന ഫലങ്ങൾ എന്നൊക്കെ ഉണ്ട്. അപ്പോൾ കംപ്ലീറ്റ് സമയം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ചിലപ്പോൾ പിടിക്കത്തില്ല. അതുകൊണ്ടാണ് കുറേ പേര് നമ്മളെ മൊത്തമായിട്ട് നമ്മൾ ഈ 3 മതമൊന്നും വേണ്ടായിരുന്നല്ലേ, ഒരു മതം മതിയായിരുന്നു. നമുക്ക് ഏതെങ്കിലും ഒന്നും സംസാരിച്ചാൽ മതിയല്ലോ. ഇത് വായിക്കുമ്പോൾ എനിക്ക് ഖുർആനുമായിട്ട് ചില കാര്യങ്ങൾ സാമ്യം തോന്നും. ശരിക്കും പറഞ്ഞാൽ ഒരു പറയും, ഖുർആനൊക്കെ സത്യം പറഞ്ഞാൽ മലയാളം വെർഷൻ മേടിച്ച് നിങ്ങൾ വായിക്കണം കേട്ടോ. എൻ്റെ തന്നെ ഈ മഹത് ഗ്രന്ഥങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ അതിനകത്തുള്ള നല്ല സത്തായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മക്കൾക്കും പകർത്തി കൊടുക്കണം. എന്താ സുഹൃത്ത ജീവിതമായിരിക്കും, സുഹൃത്ത ജന്മമായിരിക്കും. പിന്നെ നമ്മൾ ഇന്നോളം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോയിരിക്കുന്ന കർമ്മദോഷങ്ങളെല്ലാം ദാനം കൊണ്ട് മാറ്റാൻ പറ്റും. നിങ്ങളത് ചെയ്യണം കേട്ടോ. ഞാനും ഇതിൽ നിന്ന് ഇപ്പോൾ പഠിക്കുവാണ്. ഞാനും അപ്പം ഓർത്തിരിക്കുകയാണ് ഇനി എൻ്റെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ വരുത്തണമെന്ന് കേട്ടോ. അപ്പോൾ എൻ്റെ ചക്കരകളെ സമാധാനമായിട്ടിരി. നമ്മൾ എപ്പോഴൊക്കെയോ ചെയ്തു പോയ അറിവില്ലായ്മ കൊണ്ടും അറിഞ്ഞുമൊക്കെ ചെയ്തു പോയ തെറ്റിൻ്റെ ഫലമാണ് ചക്കരകളെ നമ്മളിപ്പോൾ കിടന്ന് പ്രാരാബ്ധത്തിൽ കിടന്ന് വിഴലുന്നത്. അതിനെ ആരെയും പഴിച്ചിട്ടൊന്നും കാര്യമില്ല, നമ്മൾ തന്നെയാണ് ഇതിനെല്ലാം ഉത്തരവാദി കേട്ടോ. അപ്പം നമ്മളിതിനെ ഫൈറ്റ് ചെയ്യുക. നമ്മളിത് അറിഞ്ഞ് വിവേകത്തോടെ ബുദ്ധിയോടുകൂടി ഇനി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ, ഗുഡ് നൈറ്റ്, ടാറ്റാ, ബൈ ബൈ.